ഹലോ ഗൈസ്, നമുക്കിന്നൊരു കാലത്ത് ട്രെൻഡിങ് ആയി പോയിരുന്ന ഇഫ ചിക്കനാണ് ട്രൈ ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, അതൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ചിക്കൻ നന്നായിട്ട് 4 സൈഡും വരഞ്ഞു കൊടുത്തിട്ട് ഇതിലോട്ട് ഇടാം. നന്നായിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അത് 4 സൈഡും നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ചിക്കൻ ഇതിലിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഓവർനൈറ്റാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് നമ്മളെ ചിക്കൻ ഓവർനൈറ്റ് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു ക്രീം ചീസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 3 മുട്ടയുടെ വെള്ളയാണ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1/2 ഗ്ലാസ് പാലും കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 2 ക്യൂബ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുറച്ച് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും ചേർക്കണം. ഓയിൽ ചേർക്കുന്ന ഞാൻ ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു മയോണൈസ് പോലെ തിക്ക് കൺസിസ്റ്റൻറ്റിൽ കിട്ടും. അത് നമ്മൾ കുക്കായി വന്നിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്യുക, നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ കുറച്ച് ഹണി തേച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ചീസ് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് നല്ലൊരു ചൂടുള്ള പൊറോട്ടൻ്റെ കൂടെ ഒരു പിടി പിടിക്കണം എൻ്റെ സാറേ, പിന്നെ ഒന്നും കാണില്ല.